നമ്മുടെ ഹൊറർ സീരീസിലെ ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായും നിങ്ങൾക്ക് വളരെ ത്രില്ലിംഗ് ഹൊററുമായിരിക്കും. 21 വർഷങ്ങൾക്ക് മുൻപ് 2002 നവംബർ അവസാന ആഴ്ചയിൽ ഹൈദരാബാദിലെ കുന്ദൻബഗ് സിറ്റി, വളരെ സമ്പന്നർ താമസിക്കുന്ന ഒരു സിറ്റിയാണത്. അവിടെയുള്ള ഒരു വീട്ടിൽ ഒരു ദിവസം കള്ളൻ മോഷ്ടിക്കാനായി കയറുന്നു. അതൊരു വീട് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു ബംഗ്ലാവ് എന്ന് പറയും. ഇവിടെ നിന്നും തനിക്ക് ഒരുപാട് കിട്ടുമെന്ന് വിചാരിച്ച് ആ കള്ളൻ ആ വീടിനകത്തേക്ക് കയറി. അതിനകത്ത് ഒരുപാട് പഴമയേറിയ വസ്തുക്കൾ, അതായത് ആന്റിക് പീസസ് എന്ന് പറയുമല്ലോ, അതുപോലെ ഒരുപാട് വസ്തുക്കൾ ആ വീടിനകത്ത് കണ്ടു. അതുകൂടാതെ അവനെ ഞെട്ടിപ്പിച്ച മറ്റൊരു കാര്യം, ആ വീടിനകത്ത് 3 ഡെഡ് ബോഡിയും കണ്ടു. ഇങ്ങനെ 3 പേർ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് ഭയന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. അവിടെ അവൻ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. പോലീസുകാരും അവനൊരു മോഷ്ടാവായതുകൊണ്ട് തന്നെ ആദ്യം അവനെ വിശ്വസിച്ചില്ല. കള്ളം പറയുന്നതായിരിക്കും എന്നാണ് കരുതിയത്. എങ്കിൽ പോലും ഒരു സംശയത്തിന്റെ പേരിൽ ആ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. 3 പേരുടെ ഡെഡ് ബോഡി അവർക്ക് അവിടെ നിന്ന് കിട്ടി. ആ ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് അതെല്ലാവരെയും ഒന്നടക്കം ഞെട്ടിച്ചത്. ആ 3 പേർ മരിച്ചിട്ട് 6 മാസത്തോളമായിട്ടുണ്ട് എന്നായിരുന്നു റിപ്പോർട്ട്. പോലീസുകാർക്ക് ഇത് വിശ്വസിക്കാനേ സാധിച്ചില്ല. 6 മാസമായി മരിച്ചു എന്നുണ്ടെങ്കിൽ അയൽവാസികൾക്ക് ഇതൊന്നും അറിയാനേ സാധിച്ചില്ലേ? ഇത്രയും ദിവസമായ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നത് പോലും ആർക്കും മനസ്സിലായില്ലേ? ഒരു വീട്ടിനുള്ളിലുള്ളവർ 6 മാസമായി പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് യാതൊരു സംശയവും തോന്നില്ലേ? അങ്ങനെ തൊട്ടടുത്ത വീടുകളിൽ ചെന്ന് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അയൽവാസികൾ പറഞ്ഞ കാര്യമാണ് പോലീസിന്റെ മാത്രമല്ല, മുഴുവൻ ഹൈദരാബാദിലെ ജനങ്ങളുടെയും കണ്ണുകൾ പോയത് ആ കുന്ദൻബഗ് സിറ്റിയിലുള്ള ആ ബംഗ്ലാവിലേക്കാണ്. ഇന്ത്യ മുഴുവനും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പോലീസുകാർ അയൽവാസികളോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇവർ മരിച്ചുവെന്ന് നിങ്ങൾ പറയുന്നു, അത് ശരിയായിരിക്കാം. എന്നാൽ അവർ മരിച്ച് 6 മാസമായി എന്ന് നിങ്ങൾ പറയുന്നു, അത് ശരിയല്ല. അവർ മരിച്ച് 6 മാസമൊന്നും ആയിട്ടില്ല. അവരെ ഞാൻ ഇന്നലെ പോലും അവരുടെ വീട്ടിൽ കണ്ടു. ആ വീട്ടിലെ അമ്മയെയും അവരുടെ 2 മക്കളെയും ഞങ്ങൾ ജീവനോടെ കണ്ടു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 6 മാസമായി എന്ന് പറയുന്നു, എന്നാൽ 2 ദിവസം മുൻപ് പോലും അവരെ ജീവനോടെ കണ്ടു എന്ന് പറയുന്നു. ഇപ്പോഴും ആ ഒരു ബംഗ്ലാവ് ഹോണ്ടഡ് പ്ലേസ് ആയിട്ടാണുള്ളത്. ഒരു പ്രേത ബംഗ്ലാവായിട്ടാണ് ഇന്നും എല്ലാവരും അതിനെ കാണുന്നത്. അങ്ങനെ ആ വീട്ടിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? 6 മാസങ്ങൾക്ക് മുൻപ് മരിച്ചവരെ എങ്ങനെയാണ് 2 ദിവസങ്ങൾക്ക് മുൻപ് കണ്ടത്? അങ്ങനെ കണ്ടെങ്കിൽ അത് മനുഷ്യരായിരിക്കുമോ അതോ പ്രേതമായിരിക്കുമോ? എല്ലാറ്റിനും അപ്പുറം ആ ബംഗ്ലാവിൽ ഇപ്പോൾ കറണ്ട് കണക്ഷൻ മുഴുവനായും കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പോലും എല്ലാ ദിവസവും രാത്രി ആ ബംഗ്ലാവിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പ്രകാശം കാണാൻ സാധിക്കും. അതെങ്ങനെയാണ്? ഹൈദരാബാദിലെ വളരെ അമാനുഷികമായ സംഭവം ഇപ്പോൾ വരെയും ഈ ബംഗ്ലാവിനെ കുറിച്ചുള്ള നിഗൂഢതകൾ മാറാതെ ഒരു യഥാർത്ഥ കഥ പോലെ ഇന്നും തുടരുകയാണ്. നിജാം നഗറിലെ പ്രേതങ്ങൾ നിറഞ്ഞ സ്ഥലമായി ഈ ബംഗ്ലാവിനെയാണ് കാണുന്നത്. ഹൈദരാബാദിലെ ബേഗംപേട്ടിലുള്ള സെന്റ് ഫ്രാൻസിസ് കോളേജിന് അടുത്തായിട്ടാണ് ഈ ഒരു ബംഗ്ലാവ് ഉള്ളത്. രാത്രി സമയങ്ങളിൽ ഈ ബംഗ്ലാവുള്ള പ്രദേശം പോലും കാണാൻ അത്രയേറെ ഭയപ്പെടുത്തും. സായാഹ്ന സമയത്ത് വിജനമായി കിടക്കുന്ന പ്രദേശം, ഈ ബംഗ്ലാവിന്റെ ഗേറ്റിന് മുൻപിൽ നിർത്തിയിട്ടുള്ള മാലിന്യമെടുക്കുന്ന ലോറി, രാത്രി സമയങ്ങളിൽ വളരെ മങ്ങി കത്തുന്ന തെരുവിലെ വിളക്കുകൾ. അതുമാത്രമല്ല, രാത്രി സമയങ്ങളിൽ ആ ബംഗ്ലാവിന് മുൻപിലൂടെ പോകുന്നവർക്ക് വിചിത്രമായ പല അനുഭവങ്ങൾ ഉണ്ടായതായി പറയുന്നു. ഒരുപാട് അപകടങ്ങൾ പോലും ഈ ബംഗ്ലാവിന്റെ ഗേറ്റിന് മുൻപിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ എന്താണ് ഈ ബംഗ്ലാവിന് പുറകിലുള്ള കഥ എന്ന് ചോദിച്ചാൽ, ഒരു കുടുംബം ഈ വീട്ടിൽ താമസിക്കാൻ വരുന്നു. മൊത്തം 4 പേരുണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, 2 മക്കൾ. ഒരു ദിവസം പെട്ടെന്ന് അവരുടെ അച്ഛൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പോയ അയാൾ തിരികെ വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല, എവിടെ പോയി, അയാൾക്ക് എന്ത് സംഭവിച്ചു, ഇതൊന്നും ആർക്കും അറിയില്ല. അയാളുടെ ഭാര്യ പോലും ഇതിനെക്കുറിച്ച് പോലീസിൽ ഒരു കംപ്ലൈന്റ് പോലും കൊടുത്തിട്ടില്ല. അയൽവാസികൾക്ക് പോലും അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. കാരണം ഈ കുടുംബം സാധാരണയായി ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. പറഞ്ഞു വന്നാൽ ഈ വീട്ടിലുള്ളവർ പുറത്തേക്ക് പോകുന്നുണ്ടോ, ജോലിക്ക് പോകുന്നുണ്ടോ, വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നുണ്ടോ, ഇതൊക്കെ പോലും വലിയൊരു ചോദ്യചിഹ്നമാണെന്നാണ് അടുത്തുള്ളവർ പറയുന്നത്. ഈ വീടിനുള്ളിൽ നിന്നും എല്ലാ ദിവസവും ഒരാൾ പുറത്തേക്ക് വരും. അത് വരുന്നവർ കാറിലായിരിക്കും വരുന്നത്. അവരുടെ ബംഗ്ലാവിൽ നിന്ന്
കുറച്ചു മാറി ഒരു മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ചവറിടാനായി എല്ലാ ദിവസവും കാറിൽ വരും. അങ്ങനെ കാറിൽ നിന്നും ഇറങ്ങി ചവറ് കളയുന്നതിന് പകരം ആ കാറിനുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് ചവറ് വീശിയെറിയും. എന്നിട്ട് വന്ന അതേ വേഗത്തിൽ തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. ഇതിലും അവരുടെ അമ്മയുടെ പെരുമാറ്റം വളരെ വ്യത്യസ്തമായിരിക്കും. എല്ലാ ദിവസവും കോടാലി എടുത്തുകൊണ്ട് ആ വീടിനെ ചുറ്റി നടക്കും. അവരുടെ മക്കളെ പോലും ഭയപ്പെടുത്തും. ഇങ്ങനെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നു. ഇനി ആ വീട്ടിലുള്ള 3 സ്ത്രീകളെയും ഒരുമിച്ചെടുത്ത് പറയുകയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ മെഴുകുതിരി കത്തിച്ച് ആ വീടിന് ചുറ്റും നടക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ പൊട്ടുന്ന കുപ്പിക്കുള്ളിൽ എന്തോ കറുത്ത നിറത്തിലുള്ള ലിക്വിഡ്, അതായത് രക്തം പോലുള്ള എന്തോ ഒന്ന് നിറച്ച് വീടിന് പല ഭാഗങ്ങളിലായി തൂക്കിയിട്ടിട്ടുണ്ടാകും. ആ വീട്ടിൽ ന്യൂസ് പേപ്പർ വാങ്ങുന്ന ശീലമോ ടിവിയോ ഒന്നും തന്നെ ഇല്ല. കറണ്ട് മാത്രമേ ഉള്ളൂ. ചില സമയങ്ങളിൽ ആ 3 പേർ, അമ്മയും 2 മക്കളും, അവരുടെ വീടിന് ബാൽക്കണിയിൽ വന്ന് നിന്നിട്ട് വീടിനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ ബാൽക്കണിയിൽ ചെന്ന് നിന്നാൽ എന്തായിരിക്കും ചെയ്യുക? പുറത്തേക്ക് നോക്കി നിൽക്കും, കാഴ്ചകൾ കണ്ട് ആസ്വദിക്കും, പോയി വരുന്ന വണ്ടികളെയും ആളുകളെയും നോക്കും. എന്നാൽ ഇവർ അങ്ങനെയല്ല. ബാൽക്കണിയിൽ ചെന്ന് നിന്നിട്ട് തിരിഞ്ഞ് അവരുടെ വീടിനെ തന്നെ നോക്കി നിൽക്കും. ഇതിലെന്താണ് ഇത്ര കാര്യമെന്ന് ഒരു പക്ഷേ ചിലരെങ്കിലും ചിന്തിക്കാം. ഇങ്ങനെ നിൽക്കുന്നവർ ഒരല്പസമയമല്ല നിൽക്കുന്നത്, മണിക്കൂറുകളോളം ഒരു ശില പോലെ അങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലും അവർ 3 പേരും പരസ്പരം ഒന്നും സംസാരിക്കാറില്ല. യാതൊരു ചലനവുമില്ലാതെ അങ്ങനെ നിൽക്കും. അയൽവാസികൾ പോലും അവരുടെ അടുത്ത് വന്ന് അവരുടെ മുഖം കാണുകയോ അവർ കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പോലും അറിയില്ല. ദൂരത്തിൽ നിന്നുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രം നോക്കും. ഇങ്ങനെ ഒരു സമയത്ത് ഇതെല്ലാം ഒരു കള്ളനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ 3 സ്ത്രീകൾ മാത്രമാണ് ഉള്ളതെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം രാത്രി അവർ മാത്രമേ ഉള്ളൂവെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മോഷ്ടിക്കാനായി ആ വീടിനുള്ളിലേക്ക് കയറി. അതും പല ദിവസങ്ങളുടെ പദ്ധതിക്ക് അവസാനം. ആ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അതൊരു പാഴടഞ്ഞ വീട് പോലെയാണ് അവന് തോന്നിയത്. എല്ലാ വസ്തുക്കളും വച്ച സ്ഥലത്ത് അങ്ങനെയുണ്ട്. ഉള്ളതെല്ലാം വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ. അതെല്ലാം പെട്ടെന്ന് ചാക്കിലേക്ക് വാരിയിട്ടിട്ട് ഓരോ മുറികളായി തുറന്നു നോക്കി. ആരും തന്നെ ഇല്ല. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആരുമില്ലാത്തത് കൊണ്ട് മുകളിലേക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി. അവിടെ ഒരേ ഒരു മുറി മാത്രമാണുള്ളത്. ആ മുറിയുടെ വാതിൽ പതുക്കെ തുറന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ദുർഗന്ധം വരാൻ തുടങ്ങി. അവനും അവന്റെ തല പതുക്കെ അകത്തേക്കിട്ട് ആ മുറിക്കുള്ളിൽ നോക്കിയപ്പോൾ കണ്ടത് ആ മുറിയുടെ ബെഡിൽ 3 ഡെഡ് ബോഡികൾ കിടക്കുന്നതാണ്. അവരുടെ ശരീരം അഴുകിയ അവസ്ഥയിലായിരുന്നു. പിന്നീടായിരുന്നു ഈ അമാനുഷികമായ സംഭവം ലോകമറിയുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവർ 6 മാസങ്ങൾക്ക് മുൻപ് തന്നെ മരിച്ചു എന്ന് പറഞ്ഞതുപോലും അയൽവാസികൾ വിശ്വസിച്ചില്ല. ഞങ്ങൾ അവരെ ഇന്നലെ പോലും ദൂരെ നിന്ന് കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അവർ 6 മാസങ്ങൾക്ക് മുൻപ് മരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുക? പലരും വിശ്വസിച്ചില്ല. പലരും ഭയപ്പെടാൻ തുടങ്ങി. അവർ മരിച്ചു കിടന്ന ആ ബെഡ്റൂമിനകത്ത് ബ്ലാക്ക് മാജിക് സംബന്ധിക്കുന്ന ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു. ചുമരിൽ കറുത്ത മഷി ഉപയോഗിച്ച് അമാനുഷികമായ പല വാക്കുകൾ എഴുതിയിരുന്നു. ഇതൊക്കെ അതിനകത്തേക്ക് കയറിയ പോലീസുകാർ കണ്ടുവെന്നും പറഞ്ഞു. ഈ ഒരു കാര്യം ഹൈദരാബാദ് മുഴുവനും തീ പോലെ പടർന്നു. അതിനെ ഒരു പ്രേത ബംഗ്ലാവായി കാണാൻ തുടങ്ങി. 6 മാസങ്ങൾക്ക് മുൻപ് മരിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നവരെ എങ്ങനെയാണ് അയൽവാസികൾ 2 ദിവസങ്ങൾക്ക് മുൻപ് കണ്ടത്? ഈ ചോദ്യത്തിന് ഇപ്പോൾ വരെയും ഉത്തരം കിട്ടിയിട്ടില്ല. പല ഹോണ്ടഡ് പ്ലേസുകളെ പോലെ ഈ ബംഗ്ലാവിനെ കുറിച്ചുള്ള കഥയും ഒരു വിവാദ വിഷയമാണ്. ഇതിനെക്കുറിച്ച് 2 രീതിയിൽ വിവാദിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ഈ സ്വത്ത്, ഈ ബംഗ്ലാവ് ആരും വാങ്ങാതിരിക്കാനായി ആരോ ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി അത് പരത്തി വിട്ടുവെന്ന് ചിലർ പറയുന്നു. മറ്റൊരു ഭാഗം പറയുന്നത്, ഇല്ല, ഈ വീട്ടിൽ തീർച്ചയായും പ്രേതമുണ്ട്. ഞങ്ങൾ പോലും ആ ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അവിടെ എന്തോ അമാനുഷികത ഉണ്ട് എന്ന് ഒരു കൂട്ടർ പറയുന്നു. ഈ കുന്ദൻബർഗ് ബംഗ്ലാവിന് ഓപ്പോസിറ്റായി ചില അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു അപകടമാണ്, ഒരു ദിവസം രാത്രി ഒരാൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് അതുവഴി വരുന്നു. ആ ബംഗ്ലാവുള്ള പ്രദേശത്തേക്ക് കയറിയ ഉടനെ തന്നെ അയാളുടെ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആ ബംഗ്ലാവിന്റെ ഗേറ്റിനടുത്ത് വന്ന ഉടനെ അയാളുടെ ഹെഡ്ലൈറ്റ് മുഴുവനായും ഓഫായി. അയാൾക്ക് ഓപ്പോസിറ്റായി മറ്റൊരു ബൈക്കും വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഹെഡ്ലൈറ്റും ഓഫായി. അങ്ങനെ ആ പ്രദേശത്ത് യാതൊരു വെളിച്ചവും ഇല്ലാതിരുന്ന സമയത്ത് 2 ബൈക്കുകളും കൂട്ടിയിടിച്ച് ആ ഗേറ്റിന് മുൻപിൽ തന്നെ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പൊ പോലും രാത്രി സമയങ്ങളിൽ പോലീസ് അവിടെ റൗണ്ട്സിന് പോവുകയും ആ വീട്ടിൽ ആരും കയറാതിരിക്കാനായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ബംഗ്ലാവിനെ സംബന്ധിച്ച് അവിടെ പ്രേതമുണ്ട്, ഞങ്ങൾ പോലും അത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ അവിടെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, ആ വീടാരും വാങ്ങാതിരിക്കാനായി കഥയുണ്ടാക്കി പറയുന്നുവെന്ന്
ഒരു കൂട്ടർ പറയുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത് എന്നുള്ളത് മറക്കാതെ കമന്റിൽ പറയുക. ഈ ബംഗ്ലാവിനെ കുറിച്ച് നിങ്ങൾ ഇതിന് മുൻപ് കേട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായവും കമന്റിൽ പറയുക. ബെസ്റ്റ് കമന്റ് അടുത്ത വീഡിയോയിൽ വരും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.